യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കോ. യേശു ക്രിസ്തുവാണ് ഏക ലക്ഷ്യമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ ലോകാതിർത്തികൾ വരെ യേശുവിന്റെ സാക്ഷികളായിട്ട് മാറുകയാണ്. മാരിയോ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാരിയോ മുസ്ലിമായിരുന്ന വ്യക്തിയായിരുന്നു. വയനാട്ടിൽ ഒരു ഇമാമാകുവാനായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന മാരിയോ എന്ന് പറഞ്ഞ വ്യക്തി. മാരിയോ അല്ല, മുഹമ്മദ് എന്നായിരുന്നു അവന്റെ പേര്. ആ മുഹമ്മദ് ദൈവത്തെ കുറിച്ച് എവിടെയൊക്കെ പ്രസംഗങ്ങളുണ്ടോ ഒരു കൊച്ചച്ഛൻ എന്ന നിലയിൽ വർക്ക് ചെയ്യുകയായിരുന്നു, ജോലി ചെയ്യുകയായിരുന്നു മുഹമ്മദ്. ഒരു പലതരത്തിലുള്ള മുസ്ലിം ദേവാലയങ്ങളിൽ അവൻ പ്രസംഗിക്കുകയും അവർക്ക് വേണ്ടി ശുശ്രൂഷകൾ നടത്തുകയും ചെയ്തിരുന്ന ഒരു വ്യക്തി. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ മുസ്ലിം പള്ളികളിൽ പോയിട്ടും അവർ മുഹമ്മദിനെ കുറിച്ചും അവന്റെ ഖുറാനെ കുറിച്ചൊക്കെ പറഞ്ഞു പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി. ഒരിക്കൽ അദ്ദേഹം യേശു ക്രിസ്തു ഇല്ല എന്ന് ഒരു വചന സന്ദേശത്തിൽ പറയുകയാണ്. യേശു ക്രിസ്തു രക്ഷകനൊന്നുമല്ല, മുഹമ്മദ് മാത്രമേ ഉള്ളൂ, മുഹമ്മദിൽ വിശ്വസിക്കണമെന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ വചനപ്രഘോഷണം കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്ന ഒരു ചോദ്യമുള്ള, നീ യേശു ക്രിസ്തു ദൈവമല്ലെന്ന് പറഞ്ഞല്ലോ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കരുതെന്ന് നീ പറഞ്ഞല്ലോ, എങ്കിൽ പിന്നെ യേശു ക്രിസ്തു ആരാണെന്ന് കൂടി നീ പറയണം. യേശു ക്രിസ്തു ദൈവമല്ലെന്ന് നീ പറഞ്ഞു, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കരുതെന്ന് നീ പറഞ്ഞു, എങ്കിൽ യേശു ക്രിസ്തു ആരാണെന്ന് കൂടി നീ പറയണം. അവൻ ചിന്തിക്കുവാൻ തുടങ്ങി. ശരിയാണ്, ഞാൻ യേശു ക്രിസ്തു ദൈവമല്ല, അവനിൽ വിശ്വസിക്കരുതെന്ന് പറഞ്ഞു, എങ്കിൽ യേശു ക്രിസ്തു ആരാണെന്ന് കൂടി ഞാൻ പറയണ്ടേ? അങ്ങനെ അവൻ യേശു ക്രിസ്തു ആരാണെന്ന് ചിന്തിക്കുവാൻ തുടങ്ങി. അവനൊരു എത്തും പിടിയും കിട്ടിയില്ല. അങ്ങനെ അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാ. അള്ളാഹുവിനെ വിളിച്ച് അവൻ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാ, ദൈവമേ, എനിക്ക് യേശു ക്രിസ്തു ആരാണെന്ന് കാണിച്ചു തരണമേ. ഉടനെ തന്നെ അവൻ ഒരു വെളിപാട് പോലെ ഖുർആൻ എടുത്ത് വായിക്കുവാൻ തുടങ്ങി. ഖുർആൻ എടുത്ത് വായിച്ചപ്പോൾ അവന് കാണുവാൻ സാധിച്ചത് ഇപ്രകാരമാ, ഖുർആൻ മുഴുവൻ വായിച്ചു തീർത്ത് ഒറ്റയടിക്കില്ലെന്ന്. അപ്പോൾ അവന് മനസ്സിലായി, ഖുർആനിൽ മുഹമ്മദിനെ കുറിച്ച് വെറും 4 തവണ മാത്രമേ പറഞ്ഞിട്ടുള്ളൂവെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് 25 തവണ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. എന്നിട്ട് അവൻ തുടർന്നും വായിച്ചു, യേശു ക്രിസ്തു ആരാണ്? മുഹമ്മദിനേക്കാൾ കൂടുതൽ തവണ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഖുർആനിൽ, മുസ്ലിങ്ങളുടെ വചനഗ്രന്ഥമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആരാണ്? അത് മനസ്സിലാക്കുവാനായിട്ട് അവൻ വീണ്ടും വായിക്കുകയാണ്. എന്നിട്ട് മനസ്സിലാക്കുകയാണ് ഇപ്രകാരം, ഖുർആനിൽ ഒരു സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല, എന്നാൽ മറിയത്തെ കുറിച്ച് ഖുർആന്റെ ഒരു അധ്യായം മുഴുവൻ വിവരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് പ്രകാരമാ, ആ ഖുർആനിൽ മറിയത്തിന്റെ പുത്രനാണ് യേശു ക്രിസ്തു എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്നും അദ്ദേഹം വായന തുടരുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവേ, നീ മറിയത്തിന്റെ പുത്രനാണ്, എങ്കിൽ നീ ഒരു പ്രവാചകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ പ്രവാചകനാണല്ലോ എന്ന് കരുതി അവൻ ഇരിക്കുകയാണ്. എന്നിട്ടും അവന് ഉത്തരം കിട്ടുന്നില്ല. യേശു ക്രിസ്തു ആരെന്ന് മുഹമ്മദിനേക്കാൾ കൂടുതൽ തവണ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അങ്ങനെ അവൻ ഒരു നബിയുടെ അടുത്ത് പോയിട്ട്, അവനേക്കാൾ സീനിയർ ആയിട്ടുള്ള ഒരു മുസ്ലിം പുരോഹിതന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, യേശു ക്രിസ്തു ആരാണ്? യേശു ക്രിസ്തു ആരാണ്? 3 കാര്യങ്ങളാണ് ഖുർആനിൽ പറയുന്നത്. ഒന്ന്, സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആത്മാവാണ്. രണ്ടാമതായിട്ട് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനമാണ് യേശു ക്രിസ്തു. മൂന്നാമതായിട്ട് അവനെ കുറിച്ച് പറയുന്നതാണ് ഈസാ മസീഹ, യേശു ക്രിസ്തു രക്ഷകനാണ്. ഈ 3 കാര്യങ്ങളാണ് യേശുവിനെ കുറിച്ച് പറഞ്ഞത്. മുഹമ്മദിനെ കുറിച്ച് പോലും പറയാത്ത കാര്യം. ദൈവത്തിന്റെ ആത്മാവാണ്, ദൈവത്തിന്റെ വചനമാണ്. മൂന്നാമതായിട്ട് പറയുന്നത് യേശു ക്രിസ്തു രക്ഷകനാണ്. ഇത് കേട്ടപ്പോൾ മുതൽ യേശു ക്രിസ്തു വചനമാണെങ്കിൽ, യേശു ക്രിസ്തു വചനമാണെങ്കിൽ നബിയോട് ചോദിക്കുന്നത് പ്രകാരമാണ്, യേശു ക്രിസ്തു ആണോ ഈ ലോകം സൃഷ്ടിച്ചത്? അവൻ സൃഷ്ടിയാണോ അതോ സൃഷ്ടാവാണോ? അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമാ, വളരെ വ്യക്തമാ. അവൻ സൃഷ്ടാവാണോ സൃഷ്ടിയാണോ?
കാരണം ചോദിക്കാൻ കാരണം ഇതാ. കാരണം ദൈവം വചനത്താൽ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചു. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു വചനമാണെന്ന് പറയുമ്പോൾ അവൻ വചനമാണോ സൃഷ്ടാവാണോ? അത് ആ നബിക്ക് വളരെ കൺഫ്യൂഷനായി. അത് ഒരിക്കൽ വചനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത് മുസ്ലിങ്ങൾ എന്നൊരു ചോദ്യം വരും. സൃഷ്ടാവാണെന്ന് പറഞ്ഞാലും അവർ മുഹമ്മദ് മാത്രമേ ദൈവമായിട്ട് കരുതുന്നുള്ളൂ. അതും പ്രശ്നമാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ അവന് ഒരു ഉത്തരം കിട്ടുന്നില്ല. ഉടനെ തന്നെ നബി അവനെ ഓടിക്കുകയാണ്. അവൻ സൃഷ്ടാവുമല്ല സൃഷ്ടിയുമല്ല എന്ന് പറഞ്ഞ് ഓടിക്കുകയാണ്. അത് ഈ വ്യക്തിക്ക് ഒരു സന്തോഷം നൽകുന്ന ഉത്തരമായിരുന്നില്ല. അതിനാൽ തന്നെ വീണ്ടും പ്രാർത്ഥിക്കുകയാ, ദൈവമേ യേശു ക്രിസ്തു ആരാണെന്ന് എനിക്ക് കാണിച്ചു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവൻ ഖുർആൻ എടുത്ത് വായിച്ചപ്പോൾ അവന് ലഭിക്കുന്ന വചനം ഇതാണ്: നിനക്ക് ഖുർആനിൽ ഉത്തരം യേശു ക്രിസ്തു ആരാണെന്ന് കാണുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നീ ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥമായ ബൈബിൾ എടുത്ത് വായിക്കുക എന്ന് ഖുർആനിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ അവൻ ബൈബിൾ എടുത്ത് വായിക്കുവാൻ തുടങ്ങി. അവൻ ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ യേശു ക്രിസ്തു ആരാണെന്ന് അവന് മനസ്സിലായി. ഇന്നവൻ ലോകം മുഴുവൻ ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന മാരിയോ എന്നറിയപ്പെടുന്നു. നിങ്ങൾ ഞങ്ങളുടെ ധ്യാനകേന്ദ്രമായ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ മുസ്ലിം മാനസാന്തരപ്പെട്ട ഈ മുസ്ലിം മാരിയോ എന്ന് പേര് സ്വീകരിച്ചാൽ ഈ വ്യക്തിയുടെ വചന പ്രഘോഷണം കേട്ടിരിക്കുവാൻ സാധ്യതയുണ്ട്. അവരുടെ തന്നെ കുലത്തിൽ നിന്നും അവരുടെ മുസ്ലിങ്ങളിൽ നിന്നും ഒത്തിരിയേറെ ജീവന ഭീഷണി ഉണ്ടായിട്ട് പോലും ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുന്ന മാരിയോ. ഹല്ലേലൂയ. ഒരിക്കൽ ദൈവത്തെ തിരിച്ചറിഞ്ഞവരെല്ലാം ദൈവത്തിന് സാക്ഷികളായിട്ട് മാറും. കാരണം അവൻ മാത്രമേ ഉള്ളൂ ജീവിതത്തിന്റെ ഏക ലക്ഷ്യം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലും നിന്റെ ജീവിതത്തിൽ നിന്റെ ലക്ഷ്യം നീ മറന്നു പോകരുത്. ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാകാം, മനുഷ്യർക്ക് പ്രതിസന്ധികൾ ഉണ്ടാകാം. അവയുടെ മധ്യത്തിൽ നീ ഒരിക്കലും നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം കർത്താവായ യേശു ക്രിസ്തുവിലേക്കാണ് ഞാൻ പോകേണ്ടത് എന്നത് നീ മറന്നു പോകരുത്. വാൻത്വാൻ, ബിഷപ്പ് വാൻത്വാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ബിഷപ്പ് വാൻത്വാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ സമയത്ത് ജയിലിൽ അടയ്ക്കപ്പെടുകയും അതിനുശേഷം ഒത്തിരിയേറെ വർഷക്കാലം കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണത്തിന്റെ സമയത്ത് ജയിലിൽ തടങ്കലിൽ കഴിയുന്ന വ്യക്തിയാണ്. ആ മനുഷ്യനെ ബിഷപ്പിനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ആ വ്യക്തിയെ കുറിച്ച് ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ആ ക്രിസ്തീയ സമൂഹത്തിന് പറയുവാനുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ബിഷപ്പായിട്ട് വെറും 8 വർഷം മാത്രമേ അദ്ദേഹം ശുശ്രൂഷ ചെയ്തുള്ളൂ. 40 വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അദ്ദേഹം ജയിൽവാസം അനുഭവിക്കുമ്പോൾ അദ്ദേഹം ഒത്തിരിയേറെ ദുഃഖിക്കുകയാണ്. അദ്ദേഹം വേദനിച്ചുകൊണ്ട് പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ 40 വർഷം മാത്രമേ എനിക്ക് പ്രായമായിട്ടുള്ളൂ. 8 വർഷക്കാലത്തെ ബിഷപ്പായിട്ടുള്ള മെത്രാനായിട്ടുള്ള പരിചയം എനിക്കുണ്ട്. എനിക്കിനിയും ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഇന്ന് ഞാൻ ഈ തടങ്കലിൽ കിടന്നുകൊണ്ട് വേദന അനുഭവിക്കുകയാണ്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ല. ഇനി ഞാൻ എങ്ങനെ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുമെന്ന് വേദനിക്കുന്ന വാൻത്വാൻ അങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രി പ്രാർത്ഥനയുടെ വേളയിൽ അദ്ദേഹത്തിന് ഇപ്രകാരം ഒരു തിരിച്ചറിവും അരുളപ്പാടും ഉൾക്കാഴ്ചയും ലഭിക്കുക. എന്നിട്ട് ആ ഉൾക്കാഴ്ച ഇപ്രകാരമായിരുന്നു: നീ ദൈവത്തെയും ദൈവത്തിന്റെ പ്രവൃത്തികളും തമ്മിൽ നിനക്ക് വേർതിരിക്കുവാൻ സാധിക്കണം. ദൈവത്തെയും ദൈവത്തിന്റെ പ്രവൃത്തികളെയും വിവേചിച്ചറിയുവാൻ നിനക്ക് നിന്റെ ജീവിതത്തിൽ സാധിക്കണം. ഹല്ലേലൂയ. നീ ദൈവത്തെയും ദൈവത്തിന്റെ പ്രവൃത്തികളും വിവേചിക്കണം. നീ എന്ന് ചെയ്തു കൂട്ടുവാൻ ആഗ്രഹിക്കുന്നതൊന്നും ദൈവമല്ല, നേരെമറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തികൾ മാത്രമാ. നീ എന്ന് വിചാരിക്കുന്നുണ്ട് നിനക്ക് നീ സ്കൂളുകൾ സന്ദർശിക്കണം, ഓരോ ഇടവകയും പോകണം, ആ ഇടവക നവീകരണത്തിനായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യണം, യുവജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, മാതൃസംഘടനകളിൽ പിതൃസംഘടനകളിലൊക്കെ പ്രവർത്തിക്കണം, അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകണമെന്നൊക്കെ നീ എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ദൈവമല്ല, നേരെ മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തികളാ. എന്നിട്ട്
ദൈവം കൂട്ടിച്ചേർത്തത് ഇപ്രകാരമാ. അത് ദൈവത്തിന്റെ പ്രവൃത്തികളാണെങ്കിൽ നിന്നേക്കാൾ മനോഹരമായിട്ട് ആ പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിവുള്ളവരെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ നീ എന്തിനാണ് ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത്? നീ ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ദൈവത്തെ മാത്രം നീ കൂട്ടുപിടിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവിനെ നിന്റെ ദൈവമായിട്ട് കൂട്ടുപിടിക്കുക. മറ്റുള്ളതെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തികൾ മാത്രമാ. ഹല്ലേലൂയ. അതിനുശേഷം തൊട്ടടുത്ത ദിവസം ഹായ്പോങ് എന്ന് പറഞ്ഞ തുറമുഖത്തിലേക്ക്, കിഴക്ക് ദേശത്തേക്കുള്ള മറ്റൊരു ജയിലിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിനായിട്ട് ഹായ്പോങ് എന്ന് പറഞ്ഞ തുറമുഖത്തേക്ക് ഈ വാൻത്വാനെ കൊണ്ടുവരികയാ. വാൻത്വാൻ ചുറ്റും നോക്കുമ്പോൾ 1500ഓളം മറ്റു തടവുകാർ അവിടെ നിൽക്കുകയാ. ആ നിമിഷം അവനൊരു അരുളപ്പാട് കിട്ടിയതുപോലെ അവൻ ഉറക്കെ പ്രഘോഷിക്കുകയാ, ഇതാ എന്റെ ദേവാലയം, ഇതാ എന്റെ ജനം, ദൈവജനം. ഇവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം എന്നെ ഒരുക്കിക്കൊണ്ടുവന്നിരിക്കുകയാ. എന്റെ ദൗത്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ വേദനിക്കുന്ന തിരസ്കരിക്കപ്പെട്ട ഈ 1500ഓളം തടവുകാർക്ക് ദൈവത്തിന്റെ സാന്നിധ്യം പറഞ്ഞു കൊടുക്കുക. ഹല്ലേലൂയ. വാഗ്ദാനം വലിയൊരു അരുളപ്പാട് ലഭിക്കുകയാ. ഇതാ എന്റെ ദേവാലയം, ഇതാ എന്റെ ദൈവജനം. ഈ ദൈവജനത്തിന് ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാ എന്റെ വലിയ ദൗത്യം. സ്കൂളുകൾ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ മാതൃസംഘടനകളിലും പിതൃസംഘടനകളിലും അവർക്ക് ഉപദേശം കൊടുക്കുകയോ ഇടവകകൾ സന്ദർശിക്കുകയോ ഒന്നുമല്ല എന്റെ ലക്ഷ്യം. നേരെ മറിച്ച് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് തടങ്കലിൽ പെട്ടിരിക്കുന്ന ഈ 1500ഓളം തടവുകാർക്ക് പ്രത്യാശയാവുക എന്നുള്ളതാ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് തടങ്കലിൽ നിന്നും പുറത്തു വന്നപ്പോൾ 2000 ആണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ദൈവജനത്തെ ആ റോമൻ കൂരിയയിലെ ധ്യാനം നടത്തുവാനായിട്ട് വിളിക്കുന്നത് മറ്റാരെയുമല്ല, ഈ വാൻത്വാനിയ. ആ സമയത്ത് വാൻത്വാൻ തന്റെ ടെസ്റ്റിമണി ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ സാക്ഷ്യം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാ ഞാൻ മുൻപ് ഉദ്ധരിച്ചവ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. റോമ നഗരത്തിൽ യേശുക്രിസ്തുവിന്റെ മരണശേഷം ഒത്തിരിയേറെ പീഡനങ്ങളൊക്കെ നടക്കുന്ന സമയം. ആ കാലഘട്ടത്തിൽ റോമ നഗരത്തിൽ ഒത്തിരിയേറെ പീഡനങ്ങളാ. ഒത്തിരിയേറെ ക്രിസ്തു ശിഷ്യന്മാരെ മൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്തു. ഒത്തിരിയേറെ ശിഷ്യന്മാർ വറചട്ടിയിലേക്ക് നയിക്കപ്പെട്ടു. എണ്ണയിലിട്ട് അവരെ വാർത്തെടുക്കുന്ന അവസ്ഥ. ഒത്തിരിയേറെ ശിഷ്യന്മാരുടെ ശിരസ് ഛേദനം ചെയ്തു. അങ്ങനെ ഒത്തിരിയേറെ പീഡനങ്ങളിലൂടെ കടന്നു പോവുക. തലകീഴായിട്ട് ഒത്തിരിയേറെ പേരെ കുരിശിൽ തറച്ചു. ഇതെല്ലാം കണ്ട് രക്തപ്പുഴ കൊണ്ട് രക്തപ്പുഴയാൽ നിറഞ്ഞു നിൽക്കുന്ന റോമ നഗരം കണ്ട് നിരാശനായ പത്രോസ്ലേഹ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. ആ ദേശത്ത് നിന്നും റോമ നഗരത്തിൽ നിന്നും സ്വന്തം സുരക്ഷിതത്വത്തിന് വേണ്ടി ഓടി രക്ഷപ്പെടുന്ന പത്രോസ്ലേഹ. അങ്ങനെ പത്രോസ്ലേഹ മുന്നോട്ട് പോകുമ്പോൾ അതിന് യേശുക്രിസ്തു അവന് സമീപം കടന്നു വരികയാണ്. എന്നിട്ട് യേശുക്രിസ്തു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കൊവാദീസ് ഡോമിനെ, കൊവാദീസ് ഡോമിനെ, നീ എവിടേക്ക് പോകുന്നു? നീ എവിടേക്ക് പോകുന്നു? പെട്ടെന്ന് പത്രോസ് ആശ്ചര്യപ്പെടുകയാണ്. എന്നിട്ട് യേശുക്രിസ്തു അവനോട് പറയുന്ന ഒരു വചനം ഇതാ, നീ രക്ഷപ്പെട്ടുകൊള്ളുക, നീ നിന്റെ സുരക്ഷിതത്വം നോക്കി ഓടി രക്ഷപ്പെട്ടുകൊള്ളുക, എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ ഞാൻ റോമ നഗരത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാ. എനിക്ക് വേണ്ടി പീഡ അനുഭവിക്കുന്ന ആ ജനത്തിന് വേണ്ടി ഒരിക്കൽ കൂടി ക്രൂശിക്കപ്പെടുവാനായിട്ട് ഞാൻ റോമിലേക്ക് പോവുകയാണെന്ന് പത്രോസിനോട് യേശുക്രിസ്തു പറയുകയാണ്. ഇത് കേട്ട ഉടനെ പത്രോസ് അവിടെ നിന്നും തിരിച്ച് റോമിലേക്ക് പോവുകയും അവിടെ റോമിൽ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി, അനുയായികൾക്ക് വേണ്ടി അവിടെ കുരിശിൽ മരിക്കുകയും ചെയ്യുന്ന പത്രോസ്ലേഹ ദൈവത്തെ കുറിച്ചുള്ള വലിയൊരു ലക്ഷ്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. നമ്മുടെ ജീവിതത്തിൽ ഈ ലക്ഷ്യം മറന്നു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിന്റെ സുഖമനുസരിച്ച് നീ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുകയില്ല. പക്ഷേ
ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നീ ഐശ്വര്യവും സന്തോഷവും കണ്ടെത്തും. ഒരിക്കൽ കുട്ടികൾക്കുള്ള ധ്യാനം ലോഗോസ് ധ്യാന കേന്ദ്രത്തിൽ ബാംഗ്ലൂർ നടത്തുകയായിരുന്നു. ആ സമയത്ത് ഒരു പെൺകുട്ടിയോട് സംസാരിക്കുവാനിടയായത് ഇന്നും എന്റെ മനസ്സിൽ കിടക്കുകയാണ്. ആ പെൺകുട്ടി 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. ഒത്തിരിയേറെ സന്തോഷം മുഖത്ത് കാണുവാൻ നമുക്ക് സാധിക്കും. ഒത്തിരിയേറെ സന്തോഷം. മാതാപിതാക്കന്മാരോട് കൂടി ആ ധ്യാനത്തിലേക്ക് വന്നതൊക്കെ എന്റെ ഓർമ്മയിലുണ്ട്. മാതാപിതാക്കന്മാർക്ക് ആ പെൺകുട്ടിയെ കുറിച്ച് പറയുമ്പോൾ 100 നാവാം. ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ പറയുവാനുണ്ട്. നല്ല പെൺകുട്ടിയാണ്, പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ ആ പെൺകുട്ടിയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പെൺകുട്ടി എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇതാ: ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ച വ്യക്തിയാണ്. എന്നിട്ട് അത് നടന്നില്ല. പിന്നീട് എനിക്ക് മാതാപിതാക്കന്മാരുടെ അവരറിയാതെയാണ് ചെയ്തത്. പിന്നീട് എനിക്ക് പലതവണ ആത്മഹത്യ ചെയ്യുവാനുള്ള ഒരു പ്രവണതയുണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ പെൺകുട്ടിയോട് സംസാരിച്ചു. എന്താണ് കാരണമെന്ന് ചോദിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചു. ആ പെൺകുട്ടി ഒത്തിരിയേറെ പാപത്തിന്റെ മേഖലകളിലേക്ക് കടന്നുപോയതാണ്. വീട്ടിൽ ഒത്തിരിയേറെ നല്ല സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഒരിക്കലും നല്ല രീതിയിൽ മാതാപിതാക്കന്മാർ വളർത്തിക്കൊണ്ടു വന്നെങ്കിലും അവർ ഒരിക്കൽ പോലും തെറ്റേതാണ് ശരി ഏതാണെന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ ചോദിച്ചതെല്ലാം എൻ്റെ മാതാപിതാക്കന്മാർ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ മൊബൈൽ ഫോൺ ചോദിച്ചപ്പോൾ ഏറ്റവും നല്ല മൊബൈൽ ഫോൺ എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് ഡ്രസ്സ് ചോദിച്ചപ്പോൾ ഈ ബാംഗ്ലൂരിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകൾ എനിക്ക് എൻ്റെ മാതാപിതാക്കന്മാർ മേടിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ തെറ്റേതാ ശരിയേതാന്ന് അവർ പറഞ്ഞു തന്നിട്ടില്ല. ഈ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് ഒത്തിരിയേറെ ചെറുപ്പക്കാരുമായിട്ട് ലൈംഗികമായിട്ട് ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു ലൈംഗികമായിട്ടുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. ഞാൻ ധ്യാനത്തിന് വരുന്നതിന് മുമ്പ് പോലും എനിക്ക് 2 ചെറുപ്പക്കാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. 2 ചെറുപ്പക്കാരുമായിട്ട് ഞാൻ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഒത്തിരിയേറെ എൻ്റെ കൂടെ പഠിക്കുന്നവർ, അയൽപക്കത്തുള്ളവർ, അതുപോലെ ഞാൻ ഹോസ്റ്റലിൽ നിന്നപ്പോഴൊക്കെ ഒത്തിരിയേറെ വ്യക്തികളുമായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ എനിക്കൊരു ജീവിതത്തിൽ സുഖം തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് അതൊക്കെ ഒത്തിരിയേറെ നിരാശയ. ഞാൻ ജീവിതത്തിൽ ആത്മഹത്യ പ്രവണതയുടെ വക്കിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിന്റെ സുഖങ്ങൾക്ക് പുറകെ ഓടിയ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ നിങ്ങളോടുമായിട്ട് പങ്കുവയ്ക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകം വെച്ച് നീട്ടുന്ന ഒത്തിരിയേറെ സുഖങ്ങളുണ്ട്. ഈ ലോകത്തിന്റെ നക്കാപ്പിച്ച സുഖങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവത്തിന് വേണ്ടിയുള്ളതാണ് നിങ്ങളുടെ ജീവിതം. ആ ജീവിതം ദൈവത്തിന് വേണ്ടി ആടിത്തീർക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ കൃപകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിയുകയുള്ളൂ. ആ ജീവിതം, ആ പെൺകുട്ടി ഒത്തിരിയേറെ കൗൺസിലിങ്ങിനും അതിനുശേഷം ഒത്തിരിയേറെ അച്ഛന്മാർക്കും അതിനുശേഷം ഒത്തിരിയേറെ ധ്യാനങ്ങൾക്ക് വിട്ടതിന് ശേഷം ആ പെൺകുട്ടി ഏകദേശം 2 ആഴ്ച മുമ്പ് എന്നെ വിളിക്കുകയുണ്ടായി. ഇപ്പോൾ ഒത്തിരിയേറെ നല്ല ഒരു രീതിയിൽ ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടെന്ന് ആ പെൺകുട്ടി പങ്കുവയ്ക്കുകയുണ്ടായി. എന്നിട്ട് അവൾ പറഞ്ഞ ഒരു കാര്യം എന്നെ സ്ട്രൈക്ക് ചെയ്തു, എന്നെ സ്പർശിച്ചത് ഇപ്രകാരമാണ്: അച്ഛൻ എവിടെയെങ്കിലും പോകുമ്പോൾ, ധ്യാനിപ്പിക്കാനോ എന്തിനെങ്കിലും പോകുമ്പോൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, ഈ ലോകത്തിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായിട്ട് കിട്ടുന്നത് നിരാശ മാത്രമാണ്. അത് നമ്മുടെ മറ്റു പലതിലേക്ക് നയിക്കും. എന്നാൽ ദൈവത്തെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിൽ പോലും ഒത്തിരിയേറെ ആത്മീയമായ സന്തോഷം നിറഞ്ഞു നിൽക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിനെ ജീവിതത്തിൽ കണ്ടെത്തിയവരെല്ലാം പുതിയ വഴികൾ തിരഞ്ഞെടുത്തവരാ. യേശുക്രിസ്തുവിനെ കണ്ടെത്തിയവരെല്ലാം നമുക്കറിയാം. യേശുക്രിസ്തുവിന്റെ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിലേക്ക് വന്ന 3 ജ്ഞാനികൾ യേശുക്രിസ്തുവിനെ കണ്ടെത്തിയതിനു ശേഷം, തിരിച്ചറിഞ്ഞതിന് ശേഷം അവർ ചെയ്യുന്നത് പ്രകാരമാണ്. അവർ വന്ന വഴിയെ അല്ല തിരിച്ചു പോകുന്നത്, നേരെ മറിച്ച് മറ്റൊരു വഴിയെ തിരിച്ചു പോയെന്നാ പറയുക. നമ്മുടെ ജീവിതത്തിലും യേശുക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിൽ നീ കണ്ടെത്തി കഴിഞ്ഞാൽ നീയും മറ്റൊരു വഴി സ്വീകരിച്ചിട്ട് വേണം ഈ വചന കൂടാരത്തിൽ നിന്ന് പോകുവാൻ. ഒരുപക്ഷെ പാപത്തിന്റെ മേഖലകളിലൂടെ സഞ്ചരിച്ച വ്യക്തിയായിരിക്കാം നീ, ദൈവത്തെ തള്ളിപ്പറഞ്ഞ വ്യക്തിയായിരിക്കാം.
ആസക്തികളാൽ കലുഷിതമായതായിരിക്കാം നിന്റെ ജീവിതം. പക്ഷേ ഈ ദേവാലയത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ രക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം നീ നടന്നു പോകേണ്ടത് മറ്റൊരു വഴിയിലൂടെയാ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സംഭവം കൂടി വിവരിച്ചിട്ട് ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അർമീനിയയിലെ സെബാസ്തേ എന്ന് പറഞ്ഞ ഒരു നഗരം, ആ നഗരത്തിൽ റോമാക്കാരുടെ നഗരമായിരുന്നു. ആ നഗരത്തിൽ സൈന്യത്തിലായിരുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. സൈന്യത്തിന് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ആ നഗരത്തിൽ ഒരു പതിവുണ്ട്. സീസറിന്റെ വലിയൊരു പ്രതിമയ്ക്ക് മുമ്പിൽ അവർ ധൂപം അർപ്പിച്ചതിന് ശേഷം മാത്രമേ കടന്നു പോകുവാൻ പാടുള്ളൂ. അപ്രകാരം ധൂപാർപ്പണം നടത്തുവാൻ വേണ്ടി എല്ലാവരും നിർബന്ധിതരായിരുന്നു, സൈന്യത്തിൽപ്പെട്ട എല്ലാവരും. അങ്ങനെ ധൂപം അർപ്പിക്കുവാനായിട്ട് ക്രിസ്ത്യാനികളായ 40 സൈനികർ വിസമ്മതിക്കുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ദൈവം മാത്രമേ ഉള്ളൂ, ആ ദൈവത്തെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, ആ ദൈവത്തിന് മാത്രമേ ഞങ്ങൾ ധൂപം അർപ്പിക്കുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്ന 40 സൈനികർ. ഈ സൈനികരെ അതിൽ നിന്ന് മാറ്റുന്നതിനായിട്ട് രാജാവ് ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ പറയുകയാണ്. ഞങ്ങൾ ഇത് ചെയ്തു തരാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ നോക്കിക്കൊള്ളാം, ഒത്തിരിയേറെ ഓഫറുകൾ അവരുടെ ജീവിതത്തിലേക്ക് വയ്ക്കുകയാണ്. എന്നിട്ടും അവർ തയ്യാറാകുന്നില്ല. അവർ തയ്യാറാകാത്തത് കൊണ്ട് തന്നെ ആ 40 സൈനികരെയും മറ്റു സൈനികർ പിടിച്ചു കൊണ്ടുവന്ന് ബന്ദിയാക്കി മരണത്തിനായിട്ട് വിടുകയാണ്. അങ്ങനെ മരണത്തിനായിട്ട് രാജാവ് ഇപ്രകാരം കൽപ്പിക്കുകയാണ്, ഇവരെ 40 പേരെയും വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. എന്നിട്ട് അവരെ 40 പേരെയും നവംബർ മാസത്തെ ചുട്ട് തണുത്ത് മരവിക്കുന്ന ആ ശൈത്യകാലത്ത് ആ 40 പേരെയും കൂടി ക്രിസ്മാർക്ക് എന്ന് പറഞ്ഞ ഒരു നദീ തീരത്തേക്ക് നയിക്കുകയാണ്. എന്നിട്ട് അവരെ നയിക്കുന്നത് പ്രകാരമാണ് അവരുടെ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു മാറ്റി ഉറച്ച് തണുത്തുറഞ്ഞു കിടക്കുന്ന ആ നദിയിലേക്ക് അവരെ അനയിക്കുകയാണ്. അങ്ങനെ 40 പേരെയും ആ നദിയിൽ നിർത്തുമ്പോൾ നാം മനസ്സിലാക്കണം, ഒരു ശകലം സമയം നമ്മൾ തണുപ്പത്ത് ഐസ് കട്ടയിൽ കൈവച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ മരവിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. അങ്ങനെയെങ്കിൽ ഇപ്രകാരം തണുത്തുറഞ്ഞു കിടക്കുന്ന ഒരു നദിയുടെ മുകളിൽ ഈ 40 വ്യക്തികളെ നിർത്തുമ്പോൾ തണുപ്പ് അവരുടെ ശരീരത്തേക്ക് വ്യാപിക്കുവാൻ തുടങ്ങി. അപ്പോൾ എന്നിട്ട് അവിടെ ആ സൈന്യാധിപൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്കായിട്ട് തീ കൂട്ടിയിട്ടുണ്ട് പുറത്ത്, അതുപോലെ നിങ്ങൾക്ക് കഴിക്കുവാനുള്ള ഭക്ഷണവും ഞാൻ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ദൈവത്തെ തള്ളിപ്പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുകയും ചൂട് കാഞ്ഞുകൊണ്ട് തീ കാഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനെ രക്ഷിക്കുകയും ചെയ്യാം. ദൈവത്തിന് വേണ്ടി, നിങ്ങളുടെ യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഈ വധശിക്ഷയ്ക്ക് നേതൃത്വം നൽകുന്നതിനായിട്ടൊരു ശതാധിപൻ ഉണ്ടായിരുന്നു. ആ ശതാധിപൻ ആ തീ കാഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്, അവരുടെ മരണം സാക്ഷ്യപ്പെടുത്തുന്നതിനായിട്ട്. അങ്ങനെ ഓരോ വ്യക്തികളും 40 പേരിൽ ഓരോ വ്യക്തികളും തണുപ്പ് കയറി മരിച്ച് വീഴുകയാണ്, താഴേക്ക് മരിച്ചു വീഴുകയാണ്. അങ്ങനെ 39 പേരും മരിച്ചു വീണു. ആ സമയത്ത് ശതാധിപൻ വിളിച്ചു പറഞ്ഞു, റോമാക്കാർ ഒരു കുറ്റവാളിയെ പോലെ കൊന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. നിങ്ങൾ തിരിച്ചു വന്ന് തീ കാഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് തീ കാഞ്ഞ് ഭക്ഷണം കഴിച്ച് വീണ്ടും ജീവനിലേക്ക് പ്രവേശിക്കുക എന്ന് ശതാധിപൻ ഉറക്കെ വിളിച്ചു പറയുകയാണ്. അങ്ങനെ 39 പേരും മരിച്ചു വീണു. 40-ാമത്തവൻ ഈ 39 പേരുടെയും മരണം കണ്ടപ്പോൾ നിരാശപ്പെടുകയാണ്, അവന് ഭയം കയറുകയാണ്. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ ഇപ്രകാരം പറയുകയാണ്, എനിക്ക് കർത്താവായ യേശുക്രിസ്തു വേണ്ട, എനിക്ക് എന്റെ ജീവൻ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഓടി വരുന്ന ആ 40-ാമൻ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തിരിച്ചു വരികയാണ്. തീ കായുവാനായിട്ട്, ജീവൻ രക്ഷിക്കുവാനായിട്ട് ആ ഒരുവൻ തിരിച്ചു വരികയാണ്. അവൻ തിരിച്ചു വരുമ്പോൾ ആ ശതാധിപൻ അവിടെ ഇരുന്ന് കാണുന്ന ഒരു ദൃശ്യമുണ്ട്. ആ ദൃശ്യം ഇപ്രകാരമാ, 40 മാലാഖമാർ സ്വർഗത്തിൽ നിന്ന് നടന്ന് 40 കിരീടങ്ങളുമായിട്ട് ഇറങ്ങി വന്നിട്ട് ആ മരിച്ചു വീഴുന്ന ഓരോ വ്യക്തികളുടെ ആത്മാവിനെയും ശിരസിൽ ഈ കിരീടമണിയിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറി പോകുന്ന ഒരു ദൃശ്യം. ആ ദൃശ്യം കാണുമ്പോൾ ആ ശതാധിപന് അത്ഭുതമാവുകയാ. എന്നിട്ട് ആ ശതാധിപൻ നോക്കുമ്പോൾ ഒരു മാലാഖ മാത്രം, 40-ാമത്തെ മാലാഖ ഒത്തിരിയേറെ കണ്ണീരോടുകൂടി ആ കിരീടവും പിടിച്ചവിടെ നിൽക്കുകയാണ്. കാരണം
ഒരുവൻ സ്വന്തം സുഖത്തിന് വേണ്ടി, ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിനെ മറന്നുകൊണ്ട് ലോക സുഖങ്ങൾക്ക് വേണ്ടി അവൻ തിരിച്ചു വരികയാ. അപ്പോൾ ആ മാലാഖ വേദനിക്കുകയാ. ഇത് കണ്ട് ശതാധിപൻ ഉടനെ തന്നെ തന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി ആ ഐസ് കട്ടയിലേക്ക് നടന്നു ചെന്ന് അവിടെ നിന്ന് മരണം ഏറ്റുവാങ്ങി 40ാമത്തെ മാലാഖ ആ മനുഷ്യന്റെ ആത്മാവിനെ കിരീടമണിയിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. സഭയ്ക്ക് 40 രക്തസാക്ഷികളെയും 40 വിശുദ്ധന്മാരെയും ലഭിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും ആ ഒരു ശിഷ്യനെ പോലെ പലപ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുകയും അതേസമയം ഈ ലോകത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ദൈവത്തെ മാറ്റി നിർത്തുകയും ചെയ്യാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിൽ നിനക്ക് രക്ഷ നൽകുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നതും നീ സഞ്ചരിക്കേണ്ടത് യേശു ക്രിസ്തുവിലേക്കാണെന്നും നീ കടന്നു വന്നത് യേശു ക്രിസ്തുവിൽ നിന്നാണെന്നും മനസ്സിലാക്കുവാൻ സാധിക്കട്ടെ. അല്ലാതെ നീ ഓടുന്ന ഓട്ടമെല്ലാം വ്യർത്ഥമാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാം. അവനാണ് നിന്റെ അഭയശില, അവൻ മാത്രമാണ് നിന്റെ കോട്ട. നിനക്ക് പ്രത്യാശ അവനിൽ മാത്രമേ ഉള്ളൂ. ഇന്ന് നിമിഷം നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദൈവമാണ് എന്റെ അഭയം, ദൈവമാണ് എന്റെ കോട്ട, അവനിൽ മാത്രമേ എനിക്ക് പ്രത്യാശയുള്ളൂ. വിശ്വസിച്ചുകൊണ്ട് തുടർന്നും ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ യേശു ക്രിസ്തു എന്ന ലക്ഷ്യത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് അവൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, അവനെ തൊട്ട് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ യേശു ക്രിസ്തുവാണ് എന്റെ രക്ഷകനെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ആ യേശുവിനെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായിട്ട് ഇന്നത്തെ ഈ ശുശ്രൂഷയിലും തുടർന്നും നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.